മലയാള മാധ്യമ ലോകം ഒരു വലിയ യുദ്ധമുഖത്താണ്. ഒരു വശത്ത് അസത്യത്തിന്റെ കള്ളപ്രചാരണങ്ങളുടെ വ്യാജ റേറ്റിംഗിന്റെ ബലത്തിൽ താൽക്കാലിക നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം, മറുവശത്ത് സത്യസന്ധമായ മാധ്യമ പ്രവർത്തനത്തിന്റെ നിലപാടുമായി ഏഷ്യാനെറ്റ് ന്യൂസും അതിന്റെ ഉടമയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖറും. ഈ യുദ്ധം തുടങ്ങിയത് എവിടെയാണ്? ഒരു ഫുട്ബോൾ തട്ടിപ്പിൽ. അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് മലയാളി പ്രേക്ഷകരെ കബളിപ്പിച്ച ഒരു കാട്ടുകള്ളൻ ചാനലിന് അത് കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ വന്ന അന്ധമായ പക. അതുകൊണ്ട് അവർ തിരഞ്ഞെടുത്ത വഴി എന്തെന്നോ? വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതി പോലും തള്ളിക്കളഞ്ഞൊരു കേസ് പൊടി തട്ടിയെടുത്ത് വ്യാജ വാർത്തയായി അവതരിപ്പിക്കുക. 100 കോടിയുടെ മാനനഷ്ട കേസ് രാജീവ് ചന്ദ്രശേഖർ ഫയൽ ചെയ്തപ്പോൾ മറുപടിയായി അവർക്ക് ഫയൽ ചെയ്യാൻ തോന്നിയത് 1.5 കോടി രൂപയുടെ കേസ് മാത്രമല്ല, മറിച്ച് സത്യസന്ധമായി വാർത്ത നൽകുന്ന മാധ്യമങ്ങളെ പോലും കള്ളക്കേസിൽ കുടുക്കി വായടപ്പിക്കാനുള്ള നീചമായ ശ്രമമാണ്. നമുക്ക് നേരെ ചോദ്യം ഉയർത്താം. റിപ്പോർട്ടർ ടിവിയും അതിന്റെ ഉടമ ആൻഡ്രൂ അഗസ്റ്റിനും വ്യാജ വാർത്തകൾ വിറ്റ് ജീവിക്കുന്നവരല്ലേ? കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ അവരുടെ ഹോബി? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആൻഡ്രൂ അഗസ്റ്റിനും അയാളുടെ കാട്ടുകള്ളൻ ചാനലും ചേർന്ന് നടത്തിയ വ്യാജ പ്രചാരണങ്ങളുടെ പിന്നിലെ സത്യത്തെക്കുറിച്ചാണ്. കേരളത്തിലെ ചാനൽ റേറ്റിംഗിൽ ഒന്നാമനായി നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ പലതവണ വ്യാജ റേറ്റിംഗ് ആരോപണങ്ങൾ ഉയർത്തിയ ഒരു കൂട്ടരുണ്ട്. അവർ തന്നെയാണ് ഇന്ന് ഈ നിയമ യുദ്ധത്തിന് തിരികൊടുത്തിരിക്കുന്നത്. ആരാണവർ? റിപ്പോർട്ടർ ടിവി. വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഈ നിയമ പോരാട്ടം ആരംഭിച്ചത്? കേവലം റേറ്റിംഗിലെ കിടമത്സരം മാത്രമായിരുന്നില്ല. അതിന്റെ എല്ലാം അപ്പുറത്ത് മലയാളി ഫുട്ബോൾ പ്രേമികളെ മൊത്തമായി കബളിപ്പിച്ച ഒരു വലിയ തട്ടിപ്പിന്റെ നാണം കെട്ട കഥയുണ്ട്. റിപ്പോർട്ടർ ടിവി ബ്രോഡ്കാസ്റ്റിംഗ് MD ആൻഡ്രൂ അഗസ്റ്റിൻ അർജന്റീന ഫുട്ബോൾ ടീമിനെയും മെസ്സിയെയും കേരളത്തിലേക്ക് എത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത സ്പോൺസർ ആയിരുന്നു. എന്നാൽ മെസ്സിയും ടീമും ഈ വിൻഡോയിൽ എത്തില്ലെന്ന് അർജന്റീന ടീം സ്പോൺസർമാരെ അറിയിച്ചതോടെ ആൻഡ്രൂ അഗസ്റ്റിൻ എന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ചാനലും മലയാളി സമൂഹത്തിന് മുന്നിൽ കള്ളനായി. വാഗ്ദാനം ലംഘിക്കപ്പെടുകയും സ്പോൺസറുടെ നിലപാട് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ ആൻഡ്രൂ അഗസ്റ്റിന്റെ ചാനൽ ചെയ്തത് എന്താണ്? അവർ തങ്ങളുടെ കള്ളത്തരം മറയ്ക്കാൻ, ശ്രദ്ധ തിരിക്കാൻ മറ്റൊരു കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കി. അങ്ങനെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖരനെ ലക്ഷ്യമിട്ട് വർഷങ്ങൾ പഴക്കമുള്ളതും സുപ്രീം കോടതി വരെ തള്ളിക്കളഞ്ഞതുമായ ഒരു ഭൂമി ഇടപാട് കേസ് ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന പേരിൽ അവതരിപ്പിച്ചത്. ഇതാണ് റിപ്പോർട്ടർ ടിവിയുടെ കള്ളത്തരം. സ്വന്തം കള്ളത്തരം മറയ്ക്കാൻ മറ്റൊരാളുടെ പേരിൽ വ്യാജവാർത്ത ചമയ്ക്കുക. ഈ ചാനൽ ഒരു മാധ്യമ സ്ഥാപനമാണോ അതോ വ്യാജവാർത്ത വിറ്റ് ജീവിക്കുന്ന കാട്ടുകള്ളന്മാരുടെ കൂടാരാണോ? റിപ്പോർട്ടർ ടിവി ഉയർത്തിയ പ്രധാനപ്പെട്ട ആരോപണം കർണാടകയിൽ BPL കമ്പനിക്ക് വ്യവസായത്തിനായി അനുവദിച്ച ഭൂമി മറച്ചുവിറ്റ് രാജീവ് ചന്ദ്രശേഖർ ക്രമക്കേട് നടത്തി എന്ന്. ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും സത്യം തിരിച്ചറിയേണ്ടത്. നിയമപരമായ വസ്തുത നോക്കാം. ആരോപിക്കപ്പെടുന്ന ഭൂമി വിൽപ്പന നടന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖർ BPL കമ്പനിയുടെ തലപ്പത്തുണ്ടായിരുന്നില്ല. ഈ കമ്പനിയുമായുള്ള ബന്ധം ഭാര്യയുടെ കുടുംബപരമാണ്. സുപ്രീം കോടതിയുടെ വിധി. റിപ്പോർട്ടർ ടിവി ഇപ്പോൾ ബിഗ് ബ്രേക്കിംഗ് ആക്കിയ ഈ കേസ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുപ്രീം കോടതിയുടെ മുന്നിൽ വരികയും ഭൂമി ഇടപാടിൽ യാതൊരു ക്രമക്കേടും ഇല്ലെന്ന് കണ്ട് തള്ളിക്കളയുകയും ചെയ്തതാണ്. സുപ്രീം കോടതി തന്നെ ചവറ്റുകൊട്ടയിലിട്ടൊരു കേസ് ഇന്ന് റിപ്പോർട്ടർ ടിവി എന്തിനാണ് പൊടിതട്ടിയെടുത്തത്? കാരണം വ്യക്തം, അവർക്ക് രാജീവ് ചന്ദ്രശേഖരനെ വ്യക്തിഹത്യ ചെയ്യണം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തകർക്കണം. BPL കമ്പനിയുടെ സത്യസന്ധത. കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് 1995-ൽ BPLന് വ്യവസായം തുടങ്ങാനാണ് ഭൂമി അനുവദിച്ചത്. 11 വർഷത്തെ പാട്ടക്കരാറിന് ശേഷം 2006-ൽ ഭൂമിയുടെ പൂർണ്ണ അവകാശം കമ്പനിയുടെ പേരിലായി. അപ്പോഴാണ് കമ്പനി നിയമപരമായി ആ ഭൂമിയിൽ ചില ഭാഗങ്ങൾ മാരുതി പോലെയുള്ള വൻകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വിറ്റത്. അതിൽ യാതൊരു നിയമവിരുദ്ധതയുമില്ല. നിയമപരമായി കൈവശമുള്ള വസ്തു ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നത് എങ്ങനെയാണ് തട്ടിപ്പാവുക? ആൻഡ്രൂ അഗസ്റ്റിൻ, നിങ്ങൾ വ്യാജ വാർത്തകൾ വിറ്റ് ജീവിക്കുന്ന ഒരു കാട്ടുകള്ളനാണെങ്കിൽ നിങ്ങളെ വിശ്വസിക്കാനാവില്ല. ഒരു മാധ്യമ പ്രവർത്തകന്റെ അടിസ്ഥാന ധാർമ്മികത പോലും നിങ്ങൾക്കില്ല. സുപ്രീം കോടതിയുടെ വിധി പോലും നിങ്ങൾക്ക് വാർത്തയാക്കാൻ കള്ളത്തരങ്ങൾ വളച്ചൊടിക്കേണ്ടി വരുന്നു. റിപ്പോർട്ടർ ടിവിയും അവരെ പിന്തുണയ്ക്കുന്നവരും രാജീവ് ചന്ദ്രശേഖരനെ ആക്രമിക്കാൻ മറ്റൊരു തന്ത്രവും പറ്റുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശേഷി. സുഹൃത്തുക്കളെ, ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. രാജീവ് ചന്ദ്രശേഖർ ഒരു സാധാരണ ബിസിനസ്സുകാരനല്ല. 2005-ൽ അദ്ദേഹം തന്റെ BPL മൊബൈൽ ഡിവിഷൻ ഹച്ചിന് വിറ്റത് $1.1 ബില്യൺ. അന്നത്തെ ഇന്ത്യൻ രൂപയുടെ കണക്കനുസരിച്ച് 4730 കോടിയിലധികം. ഈ കണക്ക് കേട്ട് ആർക്കെങ്കിലും അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ഇത്രയും വലിയ സാമ്പത്തിക അടിത്തറയുള്ള ഒരാൾ സുപ്രീം കോടതി വരെ ക്ലീൻ ചിറ്റ് നൽകിയ ഒരു പഴയ ഭൂമി ഇടപാടിൽ നിന്ന് 300 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? ഇല്ല. അത് കേവലം അസൂയയുടെയും വ്യക്തി വിദ്വേഷത്തിന്റെയും പുറത്തുള്ള വൃത്തികെട്ട രാഷ്ട്രീയ കളിയാണ്. റിപ്പോർട്ടർ ടിവി പോലെയുള്ള കള്ളൻ ചാനലുകൾക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ: സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തുന്ന രാജ്യത്തെ ഉന്നതമായ പദവികളിൽ ഇരിക്കുന്നവരെ കള്ളക്കഥകളുടെ തേജോവധം ചെയ്യുക. രാജീവ് ചന്ദ്രശേഖരനെതിരെ ആരോപണം ഉന്നയിക്കുന്നവർക്ക് മറുപടി നൽകാൻ ഏറ്റവും വലിയൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. രാജീവ് ചന്ദ്രശേഖർ വെറും ഒരു BJP സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല, അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിൽ മന്ത്രി പദവി വഹിച്ച ആളാണ്. നരേന്ദ്രമോദി ഒരാളെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വെറ്റിംഗ് എന്നൊരു പ്രക്രിയ നടക്കാറുണ്ട്. ജനനം മുതൽ ഇന്ന് വരെയുള്ള സകല കാര്യങ്ങളും ഡോവലും കൂട്ടരും ഉൾപ്പെടെയുള്ള സുരക്ഷാ ഏജൻസികൾ അരിച്ചു പെറുക്കി പരിശോധിക്കും. മോദിയുടെ പ്രതിച്ഛായയ്ക്ക് ഒരു കരിനിഴൽ വീഴ്ത്താൻ വേണ്ടി സാധ്യതയുള്ള ഒരാളെ പോലും അദ്ദേഹം 7 അയൽവക്കത്തെ അടുപ്പിക്കില്ല. ആ നിലയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ ക്ലീൻ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം.
റിപ്പോർട്ടർ TV പോലെയുള്ള കള്ളൻ ചാനലുകൾ സൃഷ്ടിക്കുന്ന വ്യാജ വാർത്തകളുടെയും കള്ളക്കഥകളുടെയും പിന്നാലെ പോകാതെ ഈ സത്യം ഓരോ മലയാളിയും മനസ്സിലാക്കുന്നതാവും നല്ലത്. മെസ്സി തട്ടിപ്പ് മൂലം നാണം കെട്ടപ്പോ അതിന്റെ പക തീർക്കാൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ വ്യാജ വാർത്ത നൽകിയ റിപ്പോർട്ടർ TVയും അതിന്റെ ഉടമ ആന്റോ അഗസ്റ്റിനും ചെയ്തത് ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ടാണ് 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് രാജീവ് ചന്ദ്രശേഖർ അവർക്കെതിരെ ഫയൽ ചെയ്തത്. ഇതിന് മറുപടിയായി തങ്ങൾക്കെതിരെ വ്യാജ വാർത്തകൾ നൽകിയെന്ന് ആരോപിച്ച് 150 കോടിയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയും ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ കോടതിയെ സമീപിക്കുകയും ചെയ്തതിലൂടെ തങ്ങളുടെ കള്ളത്തരം മറച്ചു പിടിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. എന്നാൽ നിയമം അതിന്റെ വഴിക്ക് പോകും. സത്യം മാത്രം സംസാരിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനും രാജീവ് ചന്ദ്രശേഖരനും നിയമത്തിന്റെ വഴിയിൽ യാതൊരു പേടിയുമില്ല. വ്യാജ വാർത്തകൾ വിറ്റ് ജീവിക്കുന്ന കാട്ടുകള്ളന്മാരുടെ ചാനലായ റിപ്പോർട്ടർ TVയോടും അതിന്റെ ഉടമ ആന്റോ അഗസ്റ്റിനോടും ഒന്നേ പറയാനുള്ളൂ: സത്യം അധികകാലം ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. നിങ്ങളെപ്പോലെയുള്ളവരുടെ കള്ളപ്രചാരണങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്ന കാലം വിദൂരമല്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ മാധ്യമങ്ങളെ വിശ്വസിക്കുന്നവരാണെങ്കിൽ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുക. വാർത്തയെ വളച്ചൊടിച്ച് വ്യക്തിഹത്യ ചെയ്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ആന്റോ അഗസ്റ്റിന്റെ കാട്ടുകള്ളൻ ചാനലിനെ ഒറ്റപ്പെടുത്താനായി നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം. ഈ വീഡിയോ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കാൻ സഹായകമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വിവരം കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.